അപ്പം ഞാൻ ചെയ്യുമ്പോഴും ഷുവർ ഷോട്ടാണിത്, താഴെ പോകില്ല. ഞാൻ ആ കോൺഫിഡൻസ് ചെയ്ത് ഇറങ്ങുന്നതാണ്. ലാസ്റ്റ് ദിവസമൊക്കെ സമാധാനമായിട്ട് ഇറങ്ങിയത്. തിയേറ്ററിൽ പോകാൻ ഭയങ്കര പേടിയുള്ളതാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് തിയേറ്ററിൽ പോകുന്നത്. പ്രൊഡ്യൂസറിനെക്കാട്ടി ഭയങ്കര കോൺഫിഡൻ്റ് ഞാൻ. ഗുരുവായൂർ വന്നപ്പോൾ പ്രിവ്യൂ വെച്ചു, വെറുതെ ഒരു ആവശ്യമില്ലായിരുന്നു. എൻ്റെ ഒരു അഹങ്കാരം പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രിവ്യൂ വെച്ചു. വന്ന് 1-2 ഡയറക്ടേഴ്സ് വന്നു, ബേസിൽ വന്നു, കുറച്ച് നിഖിൽ, അങ്ങനെ കുറേ പേര് വന്നു. പകുതി പേർക്ക് വർക്കായി, 10 പേർക്ക് വർക്കായില്ല. ആ സിനിമയ്ക്ക് ആ റിസൾട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പം ബേസിക്കലി ഇവരെല്ലാം പല വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രിവ്യൂ വയ്ക്കുമ്പോൾ എല്ലാവരും ജഡ്ജ് ചെയ്യാൻ കണക്കാക്കിയിട്ട് വരില്ല. അപ്പോഴൊരു പാടൽ എനിക്ക് ഫീൽ ചെയ്തു, ടെൻഷനാക്കി. ഇവരെല്ലാം പോയിട്ട് പിന്നെ ഒരാഴ്ചയോടെ ഉള്ളൂ പടം ഇറങ്ങാം. ഞാൻ വീണ്ടും ഇരുന്ന് നോക്കി, എന്തൊക്കെ ചെയ്തു എല്ലാം നോക്കി. ഞാൻ ലാസ്റ്റ് റീലൊക്കെ ഷഫിൾ ചെയ്ത് നോക്കി, എല്ലാം ചെയ്ത് നോക്കി. ലാസ്റ്റ് ഞാൻ ക്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ വീണ്ടും പോയിട്ട് ഒരു റീല് ഷഫിൾ ചെയ്തു, ഒരു 2 സീൻ ഷഫിൾ ചെയ്തു ഒക്കെ ചെയ്ത് വീണ്ടും തിരിച്ചു വെച്ചു പഴയ പോലെ. കാര്യം സെൻസർ ചെയ്തുകൊണ്ട് അത് പറ്റിയില്ലെന്ന് പറഞ്ഞു ഒക്കെ ചെയ്തിട്ട് ഞാൻ വീണ്ടും മ്യൂസിക് കുറച്ച് റീവർക്ക് ചെയ്തു. അത് മാത്രമേ സെൻസർ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. മിക്സിൽ കുറച്ച് റീവർക്ക് ചെയ്തു. എന്നിട്ട് ഭയങ്കര പാനിക്കായി. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് വൈഫ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. രാത്രി 1 മണിക്കൊന്നും വരുന്നത്, മിക്സെല്ലാം കഴിഞ്ഞ് നോക്കി. എന്നിട്ട് ഡൈനിങ് ടേബിൾ ഒരു ചെയർ ഉണ്ടായിരുന്നു, എടുത്തൊരു അറ്റയാടി തറയിൽ പൊട്ടിച്ച് ചെതറി പോയി. എന്നിട്ട് പടം കഴിഞ്ഞു, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാനത് വിട്ടു. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോൾ റെസ്പോണ്ട് ചെയ്ത് ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നു. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ബിബിൻ പറഞ്ഞ കറക്റ്റാണെന്ന് പറഞ്ഞപ്പോൾ. വാഴയുടെ ടൈമിൽ വന്നപ്പം വാഴ ഇതുപോലെ കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഞാൻ ഹാരിസിനെ വിളിച്ചിട്ട് ഒരു ദിവസം, ഹാരിസൊക്കെ ഭയങ്കര ടെൻഷനില്ല. കാര്യം ബഡ്ജറ്റ് ഓവർ ബഡ്ജറ്റായി, ഡേയ്സ് കൂടി, ഒരു 1 ഇയറോളം ഷൂട്ട് പോയി. അപ്പോൾ ഞാനൊരു ദിവസം രാത്രി ഹാരിസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹാരിസ് ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, 2 BHK ഫ്ലാറ്റിൽ. ഞാൻ പറഞ്ഞു അവിടെ 3 BHK ഉണ്ടോ എന്ന് വെച്ചാൽ, നിനക്ക് വേണോ? എനിക്ക് വേണ്ട, നിങ്ങൾ ബുക്ക് ചെയ്തോ, പടം സൂപ്പർ ഹിറ്റ് അടിക്കുന്നു പറഞ്ഞു. കള്ളം പറയില്ല, ഞാൻ നല്ല അടിക്കും എന്ന് പറഞ്ഞു. പിന്നെ ലിസ്റ്റ് വിളിച്ചിട്ട് ലിസ്റ്റിൻ്റെ ഏതൊരു പടം ഇറങ്ങാനുണ്ടാകും, ഞാനും നിങ്ങളോട് ഇറക്കണം. ഞാൻ പറഞ്ഞാൽ അടിച്ച് തൂഫാനാകും, ഇറക്കരുത്, നിങ്ങളെ പൈസ മൊത്തം പോകുന്നു പറഞ്ഞു. അപ്പോൾ അത്രയും കുഴപ്പമില്ല, ഞാൻ ഉറപ്പാണ്, നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളെ പടം പൊട്ടും, കൂടെ ഇറക്കിയ മാറ്റി വെച്ചു. ലിസ്റ്റ് മേടിച്ചു, മാറ്റി വെച്ചു. അപ്പോൾ പടം ഇറങ്ങി അടിച്ചപ്പോൾ അതൊരു ടോക്കായി. അപ്പോൾ അതാണ് ഈ മൊത്തം മാറി. പിന്നെ ഈ ED ടൈം വന്നപ്പോൾ ലിസ്റ്റിൽ വിളിച്ച് കാണിച്ചു. അപ്പോൾ അവർ പലരും കണ്ടപ്പോൾ പടം വർക്കായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിരുന്നപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ED. അപ്പം ഞാൻ അങ്കിത്ത് അമ്മിയെല്ലാം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും കുറച്ചൊന്ന് ടൈറ്റൊക്കെ ആക്കി മ്യൂസിക് കയറിയിട്ട് ഞാൻ അന്ന് പറഞ്ഞ ഡയലോഗാണ് ഈ ലിസ്റ്റിന് വീണ്ടും കോൺഫിഡൻസ് കുറഞ്ഞു. അപ്പോൾ ഞാൻ പറയും, ഇനി ഇത് പൊട്ടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു 10 ലക്ഷം കുറച്ചോ എന്നാ പറഞ്ഞത്, അല്ല ബെറ്റ് വെച്ചിട്ടല്ല പറഞ്ഞത്. പുള്ളി അത് ബെറ്റാക്കി, അത് പിന്നെ മൊത്തം ട്രോളാക്കി മാറ്റി പുള്ളി.